പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഹല്ലേലൂയ എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 131 യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നോക്ക് ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ നിലവിളികളുടെ ഹല്ലേലൂയ ആ ശബ്ദത്തിൻ്റെ ഉയരം ഹല്ലേലൂയ അതിൻ്റെ ആക്കം കൂടുന്നത് ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിന് അനുസരിച്ചായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ ചെവി, കർത്താവിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണമേ ഒക്കെ പറയുമ്പോൾ, അതായത് നാം ചെയ്യുന്ന ഓരോ പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന ഹല്ലേലൂയ ആ കുറവുകൾ നമുക്ക് തന്നെ മനസ്സിലാകുമ്പോൾ നാം ദൈവത്തോട് പറയും, ദൈവമേ, എൻ്റെ ഈ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്നോട് നിലവിളിക്കുകയാണ് ഹല്ലേലൂയ. എൻ്റെ കുറവ് മൂലമാണ് ഹല്ലേലൂയ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ, നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഹല്ലേലൂയ. നമ്മൾ ഏത് പ്രയാസഘട്ടത്തിലാണോ, നീ രോഗത്തിലൂടെ വന്നിട്ടാണോ ഹല്ലേലൂയ, ദൈവമേ എനിക്ക് എന്താണ് ഈ രോഗം വന്നതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിലവിളിക്കുമ്പോഴാണ്, നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കുകയും നമ്മുടെ രോഗത്തിന് സൗഖ്യം തരികയും ഹല്ലേലൂയ നമ്മെ കർത്താവുമായിട്ടുള്ള ആ ബന്ധം നമ്മിൽ നിന്നും മാറിപ്പോയതാണോ, തീർച്ചയായിട്ടും നമ്മെ കൂട്ടിവരുത്തുകയും ഹല്ലേലൂയ എല്ലാം ചെയ്യും. നമ്മുടെ നിലവിളികൾക്ക് മറുപടി തരുന്ന ദൈവം ഹല്ലേലൂയ. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള നല്ലൊരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പറയും, ദൈവമേ എൻ്റെ നിലവിളിക്ക് മറുപടി തരണമേ. നമുക്ക് ഒരിടത്ത് മാത്രമേ നമുക്ക് നിലവിളിക്കുവാനുള്ള ഹല്ലേലൂയ നമുക്ക് മറുപടി കിട്ടും, ആ നിലവിളിക്ക് മറുപടി കിട്ടും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുള്ളൂ. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ അല്ലാതെ നമുക്ക് എവിടെയും മറുപടി ലഭിക്കുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ ഉറക്കെ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവുകളെ അറിയുന്ന ദൈവമാണ് ഹല്ലേലൂയ. നമ്മുടെ ആ പ്രശ്നത്തിന് ഹല്ലേലൂയ മറുപടി നൽകി തരുമെന്നുള്ള ആ ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. ആ ഒരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ് ദൈവസന്നിധി നമ്മൾ ചെന്ന് പറയുന്നത്. അതായത് നമ്മളോട് കരുണ കാണിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കരുണ ചെയ്യുന്നതിനോട് കരുണ ചെയ്യുന്ന കർത്താവാണ് ഹല്ലേലൂയ. നോക്കൂ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഹല്ലേലൂയ ദൈവമാണ് ഹല്ലേലൂയ. സ്നേഹവും കരുതലും എല്ലാം നമുക്ക് ലഭിക്കും. ദൈവസന്നിധി നാം ഓരോ കാര്യങ്ങളും പറയുന്നത് പോലെ, ദൈവം പറയുന്നത് പോലെ കേൾക്കുകയാണോ, അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ നിലവിളികൾക്കും ഓരോന്നിനും നമുക്ക് മറുപടി ലഭിക്കും. പക്ഷേ നമ്മുടെ നിലവിളികൾക്ക് ഹല്ലേലൂയ അതിൻ്റെ ആഴം കൂടേണ്ടി വരും ചിലപ്പോൾ ഹല്ലേലൂയ. എങ്കിലും ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. നമുക്കറിയാം, യോനാ പ്രവാചകന്റെ കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഉറക്ക നിലവിളിക്കുന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ്? അവൻ പറയുന്നത് അനുസരിക്കാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് ആ നിലവിളി ഉയർന്നത്. ഹല്ലേലൂയ. അത് യോനയ്ക്ക് മാത്രമല്ല ആ നിലവിളി നിലവിളിക്കേണ്ടത് വന്നത്. ഹല്ലേലൂയ അവൻ്റെ കൂടെ ഹല്ലേലൂയ ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും നിലവിളിക്കുന്ന ഹല്ലേലൂയ ഒരു അവസ്ഥയിലേക്ക് കടന്നു. പ്രിയ മക്കളെ, ഒരാളിലൂടെ ഉണ്ടാകുന്ന ആ പ്രയാസം എല്ലാ ജീവിതങ്ങൾക്കും ഹല്ലേലൂയ അതിലെ ഭാഗമാകുവാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ യോനാ പ്രവാചകനോട് പറഞ്ഞത് ഹല്ലേലൂയ, നിന്നോട് നിനവയിലേക്ക് പോയി നീ അവരുടെ കുറവുകളേറ്റ് പറയണം. ആ പട്ടണം നശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ അവിടെയുള്ള ജനങ്ങൾ വേണ്ടാത്ത രീതിയിൽ യഹോവയെ ഭയപ്പെടാതെ അവരവരുടെ തന്നിഷ്ടത്തിന് പോകുന്നു. നീ അവിടെ ചെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ നേരെ പോയത് എവിടേക്ക്? ഹല്ലേലൂയ ഹല്ലേലൂയ യാത്ര തിരിക്കാൻ വേണ്ടി എവിടെ കപ്പലിട്ടോ അവിടേക്ക്. പ്രിയ മക്കളെ, നമ്മളോട് പറയുന്നിടത്തേക്കാണ് നാം പോകേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പോകേണ്ടത്. ഹല്ലേലൂയ നമ്മളോട് ദൈവം എന്തു പറയുന്നു അത് കേട്ടാൽ ഹല്ലേലൂയ നമുക്കൊരു പ്രയാസവും വരത്തില്ല. നമ്മൾക്ക് അവിടുന്ന് മറുപടിക്കുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. നോക്കൂ, ഇവിടെ യഹോവ നിനവയിലേക്ക് പോകാൻ യോനായോട് പറഞ്ഞപ്പോൾ യോന നേരെ പോയത് കിട്ടിയിടത്തേക്ക് അവൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നോക്കൂ, ഒരാൾക്ക് മാത്രമല്ല ഹല്ലേലൂയ അവിടെ കപ്പലുണ്ടായിരിക്കുന്ന എല്ലാവരും നിലവിളിക്കേണ്ട അവസ്ഥയിലേക്കായി തീർന്നു. ഹല്ലേലൂയ നാം ഓർക്കുക പ്രിയ മക്കളെ, നമ്മളിലൂടെ ഹല്ലേലൂയ നമ്മുടെ കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് കടന്നു വരേണ്ടത്, നിലവിളിയുടെ അനുഭവത്തിലേക്കല്ല കടന്നു വരേണ്ടത്. ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിൽ ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ വേണ്ടി ആയിത്തീരണം. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ നമുക്ക് യോനയുടെ കാര്യങ്ങൾ ഓരോന്നും വായിച്ചു വരുമ്പോൾ യോന പുസ്തകം 2-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ നിമിത്തം യഹോവയുടെ നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ
കഷ്ടത നിമിത്തമാണ് യഹോവയോട് യോന നിലവിളിച്ചത്. എന്താണ് കഷ്ടത? ഹാലേലുയ, അവന് മനസ്സിലായി അവൻ്റെ കുറ്റം എന്താണ്. ഹാലേലുയ, എന്താണ് എന്നിൽ വന്ന് ഭവിച്ചതെന്ന് ഹല്ലേലൂയ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമുക്കും എന്താണ്, നമ്മുടെ കുറ്റം കൊണ്ടാണോ നമുക്ക് കഷ്ടത വന്നത്, നമുക്ക് പ്രയാസം വന്നത്? ഞാൻ നിലവിളിക്കുന്നത് ഹല്ലേലൂയ, നോക്കൂ, ഒന്നാം യോനയുടെ പുസ്തകം തന്നെ 1:14 പറഞ്ഞിട്ടുണ്ട്, അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നോക്കൂ, കപ്പലിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ജനങ്ങളും പറയുന്നു, ഈ മനുഷ്യന്റെ നിമിത്തം ഹല്ലേലൂയ, ഒരു യോന പ്രവാചകൻ, ആ പ്രവാചകന്റെ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. ഹല്ലേലൂയ. നോക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും അവനിലാണ് കുറ്റം. ഉടൻ തന്നെ ദൈവം ഓരോ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് അവിടെ. എങ്കിലും ദൈവത്തിൻ്റെ സന്നിധി നാം അനുസരണം അനുസരണമാണ് മുഖ്യമായിട്ടുള്ളത്. ഇവിടെ അനുസരിച്ചായിരുന്നെങ്കിൽ, അതേപോലെ പറഞ്ഞിരുന്നു എങ്കിൽ, ആ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ, തർശീശിലേക്ക് തന്നെ ഓടിപ്പോയിരുന്നു, അല്ലെങ്കിൽ നിനവയിലേക്ക് തന്നെ പോയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രയാസം പറ്റില്ല. തർശീശിലേക്ക് പോയത് കൊണ്ടാണ് ഹല്ലേലൂയ ഈ യോനയ്ക്കും അല്ലെങ്കിൽ ആ കപ്പലിലുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസ്ഥ കടന്നു. എപ്പോഴും കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ പോലും ഹല്ലേലൂയ അന്തം വിടുകയാണ്. ഇതെന്താണ് ഇപ്പോൾ കാറ്റിൻ്റെയും കോളിൻ്റെയും ഒന്നും അല്ലെങ്കിൽ തിരമാലകൾ ഇങ്ങനെ വരേണ്ട ഒന്നും അവസ്ഥ ആ സമയമല്ല. പിന്നെ എന്തുകൊണ്ട് ഹല്ലേലൂയ? നോക്കൂ, കപ്പലിലായിരുന്നിട്ടും നാശം, അതിനകത്ത് എല്ലാവരും നിലവിളിച്ചപ്പോഴും നമ്മുടെ യോനയപ്പച്ചൻ കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഉറക്കവും എല്ലാം കിട്ടും, നമുക്ക് സ്വസ്ഥതയൊക്കെ കിട്ടും, നമ്മൾ അറിയാതെ അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. പക്ഷേ നോക്കൂ, ഇവിടെ മറ്റുള്ളവരിലൂടെ ഹല്ലേലൂയ യോനയെ തന്നെ തിരഞ്ഞെടുത്ത്, ഇവിടെ യോനയോടെ തന്നെ ആ ചീട്ടിട്ട് ഹല്ലേലൂയ, ഇവരിൽ ആരാണ് ഇത് കുറ്റം ചെയ്തതെന്ന് ചീട്ടിട്ടപ്പോൾ യോനയ്ക്ക് തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഹല്ലേലൂയ യോനയ്ക്ക് ഇങ്ങനെ നോക്കാം, യോനയിലൂടെ ആ കപ്പലിലുള്ളവരെല്ലാം നിലവിളിച്ചപ്പോൾ അവരും എനിക്ക് തോന്നുന്നു ദൈവത്തെ അറിയുവാൻ ഇടയായി കാണും. ഇവരിലൂടെയുള്ള ആ ദൈവത്തിൽ ഹല്ലേലൂയ വിശ്വസിപ്പാനിടയായി. നമ്മളും ആരെങ്കിലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും, ഇതാരാണ്, എന്താണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. നീ ആരെയാണ് സേവിച്ചു വരുന്നത്? നിന്റെ ദൈവം, നീ ഏത് ഗോത്രക്കാരനാണ്, എവിടെ നിന്നാണ്, ഏത് ജാതിക്കാരനാണ്, നീ എവിടെ നിന്ന് വരികയാണ്, നിന്റെ തൊഴിൽ എന്താണ്, എല്ലാം ചോദിച്ചറിയും. ഹല്ലേലൂയ. നോക്ക്, ഇതുപോലെ തന്നെ യോനയുടെ കാര്യത്തിലെല്ലാം ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ അവൻ മനസ്സിലായി. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വർഗീയ ദൈവമായ യഹോവയാണ് ഞാൻ ഭജിച്ചു വരുന്നത്. ഞാൻ ഹല്ലേലൂയ കാറ്റും കടലും കരയെല്ലാം ഉണ്ടാക്കിയ യഹോവയാണ് ഞാൻ ആരാധിച്ചു വരുന്നതെന്ന് അവൻ അവിടെ പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മൾ അനുസരണമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവീയ കൃപകൾ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവീയ പദ്ധതിക്ക് വേണ്ടി നമ്മെ ഒരുക്കിയെടുക്കുക. ഹല്ലേലൂയ. നോക്കി, ഇവിടെ നിലവിളിയുടെ ശബ്ദം യോനയുടെ ഉയർന്നപ്പോൾ ഹല്ലേലൂയ യോനയെ അവിടെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവിടെ ഒരു മത്സ്യത്തെ തന്നെ ദൈവം അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഹോവയായ ദൈവം നമ്മെ കരുതുകയും കാക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ തള്ളിയിട്ടിട്ട് അങ്ങ് പോകുകയല്ല ചെയ്ത്, നാം നഷ്ടമായി തീരുവാനല്ല, പിന്നെ നമ്മെ പണിതെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മെ ആ നിലവിളിക്ക്, നമ്മളുടെ ആ കഷ്ടത, നമ്മളെ അനുസരണക്കേട് നമ്മെ മനസ്സിലാക്കി തരും. നീ ചെയ്ത കുറ്റം നിമിത്തമാണ് നിനക്കിത് വന്നതെന്ന് ഹല്ലേലൂയ നമ്മെ പഠിപ്പിച്ചെടുക്കുകയാണ്. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും പല പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നേരിട്ട് യഹോവയോട് നിലവിളിക്കുമ്പോൾ നാം തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, ദൈവമേ എന്നിൽ എന്താണ് കുറവ്? ഹല്ലേലൂയ എന്നിൽ എന്താണ് ഹല്ലേലൂയ വല്ല അനുസരണക്കേടുകളും വന്നിട്ടുണ്ടോ? യോനയെ പോലെ ഞാനും ഹല്ലേലൂയ യഹോവയോട് പറഞ്ഞിട്ട് അത് ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? നമ്മൾ ദൈവസന്നിധി ഹല്ലേലൂയ ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരും. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ നമുക്ക് മറുപടി നൽകി തരും. ഇവിടെ യോനയെ സംരക്ഷിച്ചതുപോലെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്ന ദൈവം നമ്മെ എല്ലാ കാര്യത്തിലും ഹല്ലേലൂയ നമ്മുടെ തലമുറകളുടെ വിഷയത്തിലാണോ, ഹല്ലേലൂയ നിന്റെ ജോലിയുടെ വിഷയത്തിലാണോ, നിന്റെ കുടുംബത്തിൽ ഓരോ വിഷയത്തിലാണോ, ഹല്ലേലൂയ ഏത് വിഷയത്തിന്മേലും ഹല്ലേലൂയ നിലവിളിക്കുന്നു, ആ നിലവിളിക്ക് മറുപടി നൽകി തരും. സ്വല്പം താമസിച്ചാലും നമ്മൾ നിലവിളി കുറയ്ക്കരുത്. ദൈവസന്നിധി ഹല്ലേലൂയ പറയുന്ന ഓരോ കാര്യത്തിനും കുറവുകൾ വരുത്തല്ലേ. ദൈവസന്നിധി തന്നെ നമുക്ക് താണിരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഞാൻ പറഞ്ഞത്, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, യഹോവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവാജു, മുംബൈ.